ഇന്നത്തെ വചനം 119 സങ്കീർത്തനം 6 119 സങ്കീർത്തനം 6. ദൈവമേ, അങ്ങയുടെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയും. ജീവിതത്തിൽ തോറ്റുപോയ അനേക മനുഷ്യരുണ്ട്. ജയിച്ചു പോയവരും ധാരാളം ഉണ്ട്. ജയിച്ചവരുടെ ഒന്നും വാർത്ത ന്യൂസ് പേപ്പറിൽ വരാറില്ല. തോറ്റവരുടെ വാർത്ത വരുന്നുണ്ട്. ആക്സിഡന്റിൽ മരണപ്പെട്ടവരും പോലീസ് കേസിലകപ്പെട്ടവരും പ്രധാന കുറ്റവാളികളായി തീർന്നവരും ക്രിമിനൽസ് സ്വഭാവമുള്ളവരും ഇങ്ങനെയുള്ളവരുടെ എല്ലാം പേരുകളും ഫോട്ടോയും പത്രങ്ങളിൽ വരും. അവര് തോറ്റവരാണ്. അവര് ജീവിതത്തിൽ തോറ്റവരാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ലജ്ജിച്ചു പോകാതെ സക്സസ് ആകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് നമ്മിലൂടെ ലഭിക്കേണ്ട കുറേ നന്മകളുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ലഭിക്കേണ്ട നന്മകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അപ്പനോട് ചോദിച്ചു, 1 വർഷം കൊണ്ട് കായ്ക്കുന്ന മാവുണ്ടെന്ന് കേട്ടല്ലോ, നമുക്കത് മേടിച്ചു വെച്ചാലോ? 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ടല്ലോ. ആ കുട്ടിയോട് അപ്പം പറഞ്ഞു, നമ്മുടെ പുരയിടത്തിൽ പഴയ മാവുകൾ നിപ്പില്ലേ? ഉണ്ട്. അതിന് മാമ്പഴം നല്ലതല്ലേ? അതെ. അതാര് വെച്ചതാ? അറിയില്ല. മോന്റെ പപ്പയുടെ പപ്പ വെച്ചതാ. അപ്പം നമ്മൾ ഈ 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മാവ് വെച്ചാൽ അത് കൂടിപ്പോയ 10 കൊല്ലം കായ്ച്ചിട്ട് ഉണങ്ങിപ്പോകും. അപ്പോ മോന്റെ കാലത്ത് മാങ്ങ ഉണ്ടാവും. ആരോ വെച്ചതിൻ്റെ മാങ്ങ നമ്മളിപ്പോൾ തിന്നുകയാണ്. ഇപ്പം ഈ പുതിയ കൾച്ചർ, സംസ്കാരം, പുതിയ കാർഷിക രീതി, അതൊന്നും ശാശ്വതമല്ല. കഴിഞ്ഞ തലമുറ ഉണ്ടാക്കിയ കുറേ കാര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ തലമുറ ജീവിക്കുന്നത്. അപ്പൊ ഈ തലമുറ കഴിഞ്ഞ തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കണ്ട, പക്ഷെ അടുത്ത തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ ജീവിക്കുന്നത് തോക്കാനല്ല, ജയിക്കാൻ. നമുക്ക് മാത്രമല്ല ജയം, സമൂഹത്തിന് ജയം കൊടുക്കും. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നന്മയും ആശ്വാസവും ലഭിക്കണം. അപ്പൊ ലജ്ജിച്ചു പോയില്ല അഥവാ തോറ്റുപോകുകയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനമായി. ഓരോ ദിവസവും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ന് ഞാൻ ആർക്കെങ്കിലും സന്തോഷം കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ഞാൻ ആർക്കെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ഇന്ന് എൻ്റെ ജീവിതം ഫലപ്രദമായത്. ഞാൻ ഒത്തിരി ഭക്ഷണം കഴിച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഒത്തിരി കഴിക്കാതിരിക്കുക എന്നല്ല. പിന്നെ എന്തോ ഒരു ദിവസത്തെ നേട്ടം. ബിസിനസ്സുകാരാണെങ്കിൽ ഒത്തിരി പണം ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ടാവും. സാധാരണക്കാർക്ക് അത് പറ്റുകയില്ല. എന്നാലും പണം മാത്രം പോരല്ലോ.
ഒരാളോടൊരു നല്ല വാക്ക് പറയാൻ, ഒരാളെ ഒന്ന് ധൈര്യപ്പെടുത്താൻ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, ഒരു സ്നേഹത്തിൻ്റെ ഒരു തലോടൽ കൊടുക്കാൻ നമുക്ക് കഴിയണം. വരുന്ന തലമുറയ്ക്ക് നാം നന്മ ചെയ്യണം. കഴിഞ്ഞ തലമുറയെ നാം ആദരിക്കണം. അങ്ങനെ ഫലപ്രദമായ ജീവിതത്തിൻ്റെ പ്രമാണമാണ് ഈ പറഞ്ഞത്. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകും. ദൈവത്തിൻ്റെ പ്രമാണം സൂക്ഷിച്ച് ജീവിച്ചാൽ ജീവിതം സക്സസ് ആയിരിക്കും. ഗാഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.